എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഊട്ടി കിണ്ണക്കോരയിലേക്ക് ഒരു ബൈക്ക് യാത്ര പോകണമെന്ന്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കാണാറുണ്ട്, കിണ്ണക്കോരയിലെ മഞ്ഞുകാലത്തെ വിഷ്വൽസ്, അതുപോലെ തന്നെ കിണ്ണക്കോരയിലേക്ക് പോകുന്ന ബൈക്ക് യാത്രകളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന നാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴി ഒരു ബൈക്ക് യാത്ര പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്കുള്ള പാത. നിലവിൽ ഈ ഒരു റോഡ് സഞ്ചാരികൾക്ക് അലൗഡ് അല്ല. അവിടെയുള്ള നാട്ടുകാർക്ക് മാത്രമേ ആ ഒരു വഴി സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ബാക്കി പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്കെല്ലാം ആ ഒരു റോഡ് അലൗ ചെയ്ത് കൊടുക്കുന്നില്ല. കേരള അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള ഇഷ്യൂ കാരണം നിലവിൽ ഈ ഒരു റൂട്ട് സഞ്ചാരികൾക്ക് ക്ലോസ്ഡാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വാട്സപ്പ് ന്യൂസ് ഷെയർ ചെയ്ത് തന്നത്. ഏപ്രിൽ 13, 14, 15 തീയതികളിലായിട്ട് ഈ ഒരു റോഡ് ഓപ്പൺ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അട്ടപ്പാടി മഞ്ഞൂർ അണ്ണാമലൈ മുരുകൻ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 13, 14, 15 തീയതികളിൽ അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതാണെന്ന് മുള്ളി ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മളെ യാത്ര അട്ടപ്പാടി, ആനക്കട്ടി, മുള്ളി വഴി കിണ്ണക്കോരൈ, എന്നിട്ട് തിരിച്ച് ഊട്ടി, ഗൂഡല്ലൂർ, നാടുകാണി വഴി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ഒരു സോളോ ബൈക്ക് യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നത് 400 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. 14 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് പ്രകാരം ട്രാവലിംഗ് ടൈം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. നിലവിലിപ്പോൾ നമ്മൾ മണ്ണാർക്കാടാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഇനി അട്ടപ്പാടിയിലോട്ട് കയറാനുണ്ട്. അവിടുന്ന് ആനക്കട്ടി, അങ്ങനെയാണ് റൂട്ട് വരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ ബൈക്കിന് മുൻപിലായിട്ടൊരു വലിയൊരു ആൺമയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് ക്രോസ് ചെയ്യുന്നത്. ആ ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് ടോട്ടൽ 3 ചുരങ്ങളാണ് കവർ ചെയ്യാനുള്ളത്. ഒന്ന് അട്ടപ്പാടി ചുരം, രണ്ടാമത് വരുന്നത് മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുള്ളി ചുരം വരുന്നുണ്ട്. ഏകദേശം 42 ഹെയർ പിന്നോളം വരുന്ന വലിയൊരു ചുരമാണ് മുള്ളി ചുരം വരുന്നത്. അതിനുശേഷം തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് നാടുകാണി ചുരം. ഈ 3 ചുരങ്ങളാണ് നമുക്ക് ടോട്ടൽ ഇന്നത്തെ യാത്രയിൽ കവർ ചെയ്യാനുള്ളത്. അട്ടപ്പാടി ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിങ്ങിയ ഇടതൂർന്ന മഴക്കാടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാടിൻ്റെ ഒരു പച്ചപ്പും അതുപോലെ തന്നെ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു ആംബിയൻസും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരു KSRTC ബസ് വരുന്നത് കണ്ടില്ലേ. ഇവിടുന്ന് പെരിന്തൽമണ്ണ, അട്ടപ്പാടി, ആനക്കട്ടി റൂട്ടിലോട്ട് KSRTC സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആനക്കട്ടിയിൽ നിന്ന് തിരിച്ച് പെരിന്തൽമണ്ണയിലോട്ട് വരുന്ന വഴിയാണ് നമ്മൾ ഈ KSRTC ബസ്സിനെ കണ്ടിട്ടുള്ളത്. നമ്മളങ്ങനെ അട്ടപ്പാടി ചുരത്തിൻ്റെ ഏകദേശം പകുതിയോളം യാത്ര ചെയ്തെത്തിയിട്ടുണ്ട്. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഇനി ഒരു വ്യൂ പോയിൻ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ അട്ടപ്പാടി ചുരത്തിലുള്ള വ്യൂ പോയിൻ്റ് എന്നുള്ള കാഴ്ചകൾ. ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം ബാക്കി നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ആംഗിളിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. മഞ്ഞുകാലം അതുപോലെ തന്നെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് കാണാൻ വളരെ ഭംഗിയാണ്. ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് ട്രെൻഡിങ് ആയിട്ട് ഉണ്ട്. അങ്ങനെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഒരു 5 മിനിറ്റ് സമയം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഇറങ്ങുന്നത്. ഇനി ഇവിടുന്ന് അട്ടപ്പാടി ചുരത്തിൻ്റെ ബാക്കി കയറിയിട്ട് നേരെ ആനക്കട്ടി ഫോറസ്റ്റ് ഉണ്ട്. ആനക്കട്ടി ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ മുള്ളി ചെക്ക് പോസ്റ്റ് വരുന്നത്. ആ ഒരു വഴിയാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൊതുവെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവും. നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നിർത്താം. പ്രകൃതിയുടെ ഭംഗിയൊക്കെ പരമാവധി നമുക്ക് ആ ഒരു ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിശ്രമിക്കാനാണെങ്കിലും നിർത്താൻ പറ്റും. നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്പീഡ് എല്ലാം നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടാവുമല്ലോ. ആ ഒരു എൻജോയ്മെൻറ്റ് എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടും.
അതും നമ്മളിതുവരെ ട്രാവൽ ചെയ്യാത്ത റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയാണെന്നുണ്ടെങ്കിലും ഞാൻ അട്ടപ്പാടി മുള്ളി വഴി പിന്നെ ഊട്ടിയിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കിണ്ണക്കോര, ഇതിനു മുന്നേ ഞാൻ കിണ്ണക്കോരയ്ക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് കിണ്ണക്കോരയിലേക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു ട്രാവലിങ്ങിൽ കംപ്ലീറ്റ് ഉണ്ട്. നമ്മളങ്ങനെ ആനക്കട്ടി ഫോറസ്റ്റ് എത്താനായിട്ടുണ്ട്. പൊതുവേ ഈ റൂട്ട് വളരെ തിരക്ക് കുറഞ്ഞ ഒരു റൂട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പോകുന്ന വഴിയിൽ മുൻപിലാണെങ്കിലും പുറകിലാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ. വേറൊരു വാഹനങ്ങളും നമുക്ക് റൂട്ടിൽ കാണുന്നില്ല. ഓപ്പൺ ആയിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ നല്ല റോഡുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുഴിയോ അല്ലെങ്കിൽ ഗട്ടറുകളോ ഒന്നുമില്ല. നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ല ഓപ്പൺ ആയിട്ടുള്ള റോഡ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം യാത്ര ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആനക്കട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് ഫ്രണ്ടിലായിട്ട് ആനക്കട്ടി ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത്. നമ്മളിനി ഇവിടുന്ന് ആനക്കട്ടി ഫോറസ്റ്റിലോട്ടാണ് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് അധികം എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് കുറച്ച് മോശമായിട്ടുള്ള റോഡുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ഗട്ടറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള വിഷ്വൽസ് അധികം കാണിക്കുന്നില്ല. അതിനുശേഷം നമുക്കിനി അടുത്തത് വരുന്നത് മുള്ളി ഫോറസ്റ്റാണ് വരുന്നത്. മുള്ളി ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ മുള്ളി ചുരം കയറാനുള്ളത്. അങ്ങനെ നമ്മൾ മുള്ളി റോഡിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് മുള്ളി ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്ന് നമ്മളെ കടത്തി വിടുമെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ മുള്ളി ചെക്ക് പോസ്റ്റ് എത്തി. ഓക്കെ, അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ 1-2 പേരുണ്ട്. ഓക്കെ, നമ്മളോട് വണ്ടി സൈഡാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കാം, അവരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഈ വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ കുഴപ്പമില്ല, നല്ല 2 ഓഫീസേഴ്സാണ്. കുറച്ച് കാര്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചറിഞ്ഞു, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവർ പെർമിഷൻ തന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ വഴി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുള്ളി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 42ഓളം ഹെയർ പിൻ ബെൻഡുകൾ വരുന്ന ഒരു ചുരമാണിത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു യാത്രയിൽ ഉടനീളമുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തിരക്ക് പൊതുവെ കുറവാണ്. പിന്നെ 1-2 ബൈക്കുകൾ നമ്മളെ മുൻപിലായിട്ട് പോകുന്നത് കണ്ടു എന്നല്ലാതെ വേറൊരു വാഹനങ്ങളും ഈ ഒരു റൂട്ട് പോകുന്നത് കണ്ടിട്ടില്ല. പൊതുവേ ഈ ഒരു റൂട്ട് പുറത്തുനിന്നുള്ള സഞ്ചാരികൾക്ക് അലൗഡ് അല്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമാണ് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു 4 ദിവസം ഈ ഒരു വഴി ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വഴി യാത്ര ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 42 ഹെയർ പിൻ ബെൻഡുകളുള്ള മുള്ളി ചുരം നമ്മൾ കയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ചുരം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരക്ക് വളരെ കുറവാണ്. വരുന്ന വഴിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂട്ടിൽ. ഓപ്പൺ ആയിട്ടുള്ള റോഡ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ 42 ചുരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചുരം കഴിഞ്ഞ് വന്നപ്പോഴാണ് 3-4 ബൈക്കേഴ്സ് നമ്മളെ മുന്നിൽ ഇതേപോലെ പോകുന്നത് കണ്ടത്. ഇനി മുള്ളി ചുരത്തിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി നേരെ ഊട്ടീൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 1-2 ഓഫീസേഴ്സ് അവിടെ ചെക്കിങ്ങിനുണ്ട്. നമ്മളെ ബൈക്ക് ഇല്ല, ചെക്ക് ചെയ്തൊന്നുമില്ല. നമ്മൾ നേരെ ഇനി ഊട്ടിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്.
നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും കിട്ടിയ ഒരു ആനിമൽ സൈറ്റിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇന്ത്യൻ വൈൽഡ് ഗോർ പിന്നെ ഇവിടെ മേഞ്ഞു കൊണ്ടിരിക്കുന്നതായി കാണുന്നില്ലേ റൈറ്റ് സൈഡിൽ. അത്യാവശ്യം സൈസുള്ള ഒരു കാട്ടുപോത്ത് തന്നെയാണ്. നമ്മളോട് നിർത്തിയൊന്നുമില്ല, നേരെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഏകദേശം ഊട്ടീൻ്റെ പ്രാന്തപ്രദേശങ്ങൾ എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ റൂട്ട് മാറിയിട്ട് കിണ്ണക്കോര റൂട്ടിലോട്ടാണ് നമ്മളിനി കയറാൻ വേണ്ടി പോകുന്നത്. സമയം ഏകദേശം ഉച്ച ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് അത്രയ്ക്ക് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു. കാരണം നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പിന്നെ മഴ പെയ്തതിൻ്റെ നനവ് റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ആ ഒരു ചൂട് നമുക്ക് അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല. നമുക്ക് ഏതായാലും ഇനി ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞത് നമ്മൾ അട്ടപ്പാടി ചുരത്തിൻ്റെ മുകളിലാണ് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. മുള്ളിച്ചുരം കംപ്ലീറ്റ് കയറി അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അതിൽ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നത് മുതൽ ഇവിടെ എത്തണ വരെ നമുക്കൊരു ചായ കുടിക്കാനുള്ള ഒരു സ്പോട്ട് പോലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അട്ടപ്പാടി ചുരം കയറി അതിനുശേഷം ആനക്കട്ടി വഴി വരുന്ന ഫോറസ്റ്റ് വഴി വരുന്നതിന് ശേഷം നേരെ മുള്ളി കയറിയിട്ട് മുള്ളിച്ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇതുവരെ നമുക്കങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്പോട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ വെള്ളമോ മറ്റോ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടരായിരുന്നു. മറ്റേ സാധാരണ എടുക്കുന്ന മിനറൽ വാട്ടർ മാത്രമാണ് ഞാൻ കയ്യിൽ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മിനറൽ വാട്ടർ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളെ മുൻപിലൊരു ജീപ്പ് കണ്ടോ? ഈ ഒരു ജീപ്പിൽ 2 പയ്യന്മാരവിടെ സൈഡിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് തേടി പോകുന്നവർ വരൻ്റെ കൂടെ പോണ സമയത്ത് ഇങ്ങനെ ജീപ്പിൽ പോകുന്നത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടെ വാഹനങ്ങൾ കുറച്ച് തിരക്ക് ഉണ്ട്. നമ്മളെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അണ്ണാമലൈ കോവിലിലെ ഉത്സവത്തിന് പ്രമാണിച്ചിട്ടാണ് ഈ ഒരു റൂട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്ഷേത്രമാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ പോകുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് നമ്മളെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ ഒരു കാണുന്ന റൈറ്റ് സൈഡിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ മുള്ളി ചെക്ക് പോസ്റ്റ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്നൊക്കെ 4 ദിവസം ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഒരു വഴി നമുക്ക് വരാൻ കഴിഞ്ഞു. ഈ ഒരു ഉച്ച സമയത്തും ഇവിടെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ അവിടെ നമുക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും നമ്മളിവിടെ സൈഡാക്കുന്നൊന്നുമില്ല. നമ്മൾ നേരെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ചുകൂടി ട്രാവൽ ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി കിണ്ണക്കോര റൂട്ടിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഏതായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഉച്ച സമയമായിട്ടുണ്ട്, ലഞ്ച് കഴിക്കാനുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഊട്ടി മഞ്ചൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ കിണ്ണക്കോരയിലേക്ക് പോവുകയാണ്. ലഞ്ച് നമ്മൾ നിലവിൽ കഴിച്ചിട്ടില്ല. തിരിച്ച് വന്നിട്ട് നമുക്ക് ഊട്ടിയിലെത്തിയിട്ട് കഴിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പോകുന്ന വഴിക്ക് പൊതുവേ ഹോട്ടൽസൊക്കെ വളരെ കുറവാണ്. നമുക്ക് വാഹനങ്ങൾ തന്നെ വളരെ റെയറായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ നേരത്തെ നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ പോകുന്നത് മുതൽ ഇതുവരെ ഒരു 90% റോഡ് ഫ്രീ തന്നെയായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നേരത്തെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ കിണ്ണക്കോരയിലോട്ടുള്ള റോഡിൽ എത്തിയിട്ടുണ്ട്. ഈ റോഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കിണ്ണക്കോര ഉച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന നാട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഉച്ചക്കാണ്. ഈ ഒരു സമയത്ത് നമുക്ക് റോഡിൽ സൂര്യൻ ഉദിച്ച് കാണാനുണ്ട്. നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളും നോക്കുന്ന സമയത്ത് മനസ്സിലാവും രണ്ട് സൈഡും ഫുള്ള് തിങ്ങി മരങ്ങളുണ്ട്. ഫുൾ പച്ചപ്പാണ്. അതുകൊണ്ട് തന്നെ റോഡിലോട്ട് സൂര്യൻ്റെ കിരണങ്ങൾ എത്താൻ വളരെ പ്രയാസമാണ്. രാവിലെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും ഈ റോഡിലോട്ട് വെയിലടിക്കാൻ വളരെ പ്രയാസമാണ്. നട്ടുച്ചയ്ക്ക് മാത്രമാണ് ഈ റോഡിലോട്ട് വെയിൽ ഉദിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് സൈഡും ഈ ഒരു റോഡ് കംപ്ലീറ്റ് മരങ്ങൾ പച്ചപ്പിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ റോഡിലൂടെ പോകുമ്പോഴും നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 1-2 വാഹനങ്ങൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഈ റോഡ് വരുന്നുണ്ട്. ഈ റോഡ് കയറിയ സമയത്തും ഫുള്ള് ഒഴിഞ്ഞ റോഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി കിണ്ണക്കോരയിലോട്ടുള്ള റോഡിൻ്റെ എൻട്രൻസിലാണ് എത്തിയിട്ടുള്ളത്. ബോർഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ലെഫ്റ്റ് സൈഡിലോട്ട് 16 കിലോമീറ്ററാണ് ഇനി കിണ്ണക്കോരയിലേക്കുള്ളത്. അപ്പോൾ കിണ്ണക്കോരയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ ഓഫ് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.